ഇതാ ക്രിസ്ത്യാനികൾ ബോംബ് പൊട്ടിക്കുന്നു, ഇതാ മലൈക്കാവിലും അവിടെയെല്ലാം ഹിന്ദുക്കൾ ബോംബ് പൊട്ടിക്കുന്നു. ഇവിടെ ആരും പറഞ്ഞില്ല ഇത് ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ ബോംബ് പൊട്ടിച്ചതെന്ന്. ഇവിടെ നമ്മൾ പറയുന്നത് ഒന്നേ ഉള്ളൂ, ഇവിടെ ടെററിസ്റ്റുകൾ ബോംബ് പൊട്ടിക്കുന്നു, ഇസ്ലാമിക തീവ്രവാദികൾ ബോംബ് പൊട്ടിക്കുന്നു. അത് ഇസ്ലാം അല്ല, അത് ഇസ്ലാം മതത്തിൽപ്പെട്ടവരെ കുറിച്ചുമല്ല നമ്മൾ സംസാരിക്കുന്നത്, ഈ തീവ്രവാദികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ ന്യായീകരിക്കുന്നവരെല്ലാം പൊതുവായിട്ട് അവർ ശ്രമിക്കുന്നത് തീവ്രവാദത്തിന് മതമില്ല എന്ന് സ്ഥാപിക്കാനാണല്ലോ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ട 3 വ്യക്തികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മളെല്ലാവരും ചർച്ച ചെയ്ത വ്യക്തികൾ തന്നെയാണ്, പക്ഷെ അവരുടെ ചില പ്രത്യേകതകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യത്തെ ആള് ഇമാം ഇർഫാൻ. ഈ പറഞ്ഞ എല്ലാ സ്ഫോടനങ്ങളുടെയും എല്ലാ പ്ലാനിങ്ങുകളുടെയും ആസൂത്രണം അതിന്റെ തലച്ചോറ് അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഒരു പാരാമെഡിക്കൽ ആണ്. അതിനുശേഷമാണ് ഇമാമാവുന്നത്. നൗഗാം എന്ന് പറഞ്ഞ സ്ഥലത്തെ അവിടുത്തെ ഒരു മുസ്ലിം മോസ്കിലാണ് അദ്ദേഹം ഇമാമായിട്ട് അല്ലെങ്കിൽ മൗലവിയായിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്തത്. അപ്പൊ ഇതിന്റെ തലച്ചോറ് എന്ന് പറയുന്നത്, ഇതിന്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഈ ഇമാം ഇർഫാന്റെ തലയിലുള്ള പ്രത്യയശാസ്ത്രമായിരുന്നു. ഈ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ മുൻപത്തെ അദ്ദേഹം പാരാമെഡിക്കൽ ആയിരുന്നപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ള അവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളുമായിട്ടുള്ള ബന്ധം ഉപയോഗിച്ച് അവിടെയുള്ള ഡോക്ടർമാരെ അദ്ദേഹത്തിന്റെ ഈ കൺസെപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ, ശരിക്കും പറഞ്ഞാൽ ഈ ഡോക്ടർമാരെ നമുക്ക് തല എന്ന് പോലും പറയാൻ പറ്റില്ല, ഇദ്ദേഹത്തിന്റെ ആശയത്തെ എക്സിക്യൂട്ട് ചെയ്യുക, അത് നടപ്പാക്കുന്നവരായിട്ട് അതിന്റെ ലോജിസ്റ്റിക്സ് കാര്യങ്ങൾ, ഇതിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിന്റെ നിർമ്മാണങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ സ്ഫോടനത്തിന്റെ സാധന സാമഗ്രികൾ, ഇതിന്റെ എല്ലാം ലോജിസ്റ്റിക്സും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നെറ്റ്വർക്ക് അതാണ് ഡോക്ടർമാർ ചെയ്തിരുന്നത്. ഇതിന്റെ ഓപ്പറേഷന്റെ തലച്ചോറ് ഇമാം ഇർഫാൻ ആയിരുന്നു.